അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ കുക്കർ ചിക്കനാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ നേരം കൊണ്ട് ഇതങ്ങ് കുക്കറിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കണം. അധികം എണ്ണ ഒഴിക്കേണ്ട. ഞാൻ എപ്പോഴും ഓയിൽ കുറച്ച് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അത്ര ഒഴിക്കുക. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പൊടി പോലെ അരിഞ്ഞ സവാളയാണ്. അതിട്ട് നല്ലപോലെ വരട്ടി കൊടുക്കണം. സവാള ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറൊക്കെ ആവണ സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജാറിലിട്ട് ഒരു അടിയടിച്ചാലും മതി. അതങ്ങോട്ട് എടുത്ത് ഇടുക. അത് ഒരുവിധം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തക്കാളി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ എടുത്തേക്കണം. എൻ്റെ തക്കാളി നല്ലോണം പഴുത്തിട്ടില്ല. ഇച്ചിരി പച്ച ഇവിടെ ഉണ്ടായ തക്കാളി കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം കേട്ടോ. ഞാൻ ഇച്ചിരി ചിക്കനേ ഉള്ളൂ എനിക്ക്, അതുകൊണ്ടാണ് തിരിച്ചുണ്ടാക്കണേ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് മുളക് പൊടി ഒരു സ്പൂൺ, ഞാൻ അധികം എരിവ് ഇടുന്നില്ല. പച്ചമുളകിന് ഒരുവിധം എരിവുണ്ടല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടി കേട്ടോ. ഇതിൽ നമ്മൾ ചിക്കൻ മസാല ചേർക്കണേ ഇല്ല, നിങ്ങളത് ഓർത്തോളം. പെരിഞ്ജീരകപ്പൊടി ഇടണേ, പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം ഇടാനായിട്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ മസാല മൂത്ത സ്മെല്ല് തന്നെ. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഇളക്കി നല്ല സ്മെല്ല് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് മോരൊഴിക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല പുളി അല്ലാതായാലും 2 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. ഓൾറെഡി നമ്മുടെ തക്കാളിക്ക് ഒരുവിധം പുളി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതും കുറച്ച് ഒഴിച്ച് നല്ലോണം ഇളക്കിയിട്ട് മല്ലിയിലയും കൂടി ഇടണേ. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്തിടുക. ചിക്കൻ ഇട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പ് ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ടോട്ടാ. ഉപ്പ് ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓൾറെഡി നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ. അതുകൊണ്ട് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചാൽ മതി. ഈ കുക്കറിലിരുന്ന് വേവണോണ്ടല്ലേ വെള്ളം പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അധികം ചാറില്ലാതിരിക്കണ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ചപ്പാത്തിക്കായതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറോട് കൂടി ഉണ്ടാക്കും. ചപ്പാത്തിക്ക് എപ്പോഴും ചാറ് വേണമല്ലോ. അത് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസൽ അടിച്ചാൽ മതി. അതിൽ കൂടുതൽ അടിക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഇറക്കി വെക്കാം. നമുക്കത് 3 വിസിലടിച്ച് കഴിയുമ്പോൾ ചിക്കൻ കറി ഒരുവിധം വെന്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.